ഫ്രണ്ട്സ്, എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ നടന്ന വെടിവെപ്പാണ്. നെയ്യാറ്റിൻകര വെടിവെപ്പ്. അപ്പം ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കിടന്ന സംഭവങ്ങൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കും. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ചരിത്രം പഠിക്കുന്നവർക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഉത്തരവാദ ഭരണ പ്രക്ഷോഭകാരികൾക്ക് നേരെ നെയ്യാറ്റിൻകരയിൽ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ വെടിവയ്പ് 1938 ഓഗസ്റ്റ് 31 സംഭവം. 7 പേരുടെ മരണത്തിനും 23 പേർക്ക് ഗുരുതര പരിക്കേൽക്കാനും ഇടയാക്കിയ സംഭവം. നെയ്യാറ്റിൻകര കിഴക്കേ തെരുവിൽ നിന്നായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന NK പത്മനാഭപിള്ളയെ ജില്ലാ പോലീസ് സൂപ്രണ്ട് K രാമൻപിള്ള അറസ്റ്റ് ചെയ്യാനെത്തിയതോടെ പ്രവർത്തകർ ക്ഷുഭിതരായി. കിഴക്കേ തെരുവിലെ വീട്ടിൽ നിന്ന് പത്മനാഭപിള്ളയെ കസ്റ്റഡിയിലെടുത്തു. തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടു വാഹനത്തിന് പിന്നാലെ പ്രവർത്തകരും പാഞ്ഞു. രാജപാതയിലെ TB കവലയിൽ എത്തിയപ്പോൾ സഹപ്രവർത്തകൻ വാസുദേവപിള്ളയെ കാണാൻ വാഹനം നിർത്തണമെന്ന് പത്മനാഭപിള്ള ആവശ്യപ്പെട്ടു. പത്മനാഭപിള്ളയെ പുറത്തിറക്കി വാസുദേവൻ പിള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ എത്തിയ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനത്തിന് തീ കൊളുത്തി. വെടിവയ്പ്പിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സംഭവം ഇതായിരുന്നു. പത്മനാഭപിള്ളയെ പിന്നീട് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് തിരുവനന്തപുരത്തേക്ക് പോലീസ് കൊണ്ടുപോയത്. അരിശം തീരാത്ത കോൺഗ്രസ് പ്രവർത്തകർ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന KSRTC ബസ്സിന് തീയിടുകയും പ്രവർത്തകരെ ഇറക്കി വിടുകയും ചെയ്തു. തുടർന്നായിരുന്നു ജനറൽ വാട്കീസിൻ്റെ നേതൃത്വത്തിൽ കുതിരപ്പട്ടാളത്തിൻ്റെ വരവും വെടിവയ്പും. പിറ്റേന്ന് പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിൻ്റെ പ്രധാന തലക്കെട്ട് നെയ്യാറ്റിൻകരയിലെ അതിഭയങ്കര സംഭവങ്ങൾ എന്നതായിരുന്നു. ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് മലയാള മനോരമയ്ക്ക് കനത്ത വില നൽകേണ്ടതായി വന്നു. ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ മലയാള മനോരമയുടെ കോട്ടയത്തെ ഓഫീസ് പൂട്ടി സീൽ വച്ചു. തുടർന്ന് പിന്നെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പം ഈ സംഭവങ്ങളെയാണ് നമ്മൾ പൊതുവെ നെയ്യാറ്റിൻകരയിലെ വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി നമുക്ക് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളും ആനുകാലിക വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.